നമുക്ക് ഗ്രിൽഡ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ 1 കിലോ ചിക്കൻ ഉണ്ട്. അത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നല്ലപോലെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ: മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, മല്ലിപ്പൊടി, കുറച്ച് ഫുഡ് കളറും കൂടെ ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു നാരങ്ങ, പിന്നെ 2 സ്പൂൺ തൈര്. നമുക്ക് ഇതെല്ലാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി പൊടി ഇതെല്ലാം കൂടെ നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീരത്തേക്ക് പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. നാരങ്ങയിലിരിക്കുന്ന കുരുവെല്ലാം മാറ്റിയിട്ടാണ്, കുരു ഒന്നും വീഴാതെ അതെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ നാരങ്ങ ഒഴിക്കുന്നത്. ഇനി 2 സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ചിക്കനിൽ നല്ലപോലെ മാരിനേറ്റ് ചെയ്യുകയാണ്. നമ്മൾ കണ്ടില്ല, ചിക്കനിലേക്ക് നമ്മളെല്ലാം നല്ലപോലെ എല്ലാ മസാലയും നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണിത്. മസാല എല്ലാം നല്ലപോലെ പിടിച്ചിരിപ്പുണ്ട്. ഇത് നമുക്ക് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ മസാലയൊക്കെ നമുക്ക് നല്ലതുപോലെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് 3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പുണ്ടാക്കുകയാണ്. ചുറ്റിനും കട്ട വെച്ചിട്ടുണ്ട് ഞാൻ. കനൽ ഞാൻ പ്രത്യേകം ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. കനലിട്ടിട്ടുണ്ട്. കനൽ നല്ലപോലെ ഇട്ടതിന് ശേഷം ഒരുപാട് കനലിപ്പം നിറച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സാധാ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു നെറ്റ് വെച്ചേക്കാണ്. നെറ്റ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് 3 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തുകൊണ്ട് വന്ന് ഇതിൽ വെക്കുകയാണ്. നല്ല കനലുണ്ട്. ചിക്കനെല്ലാം പുരട്ടി വെച്ചിരുന്ന ചിക്കനെല്ലാം ഞാൻ കനലിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം പേപ്പർ വെച്ച് അങ്ങനെ ഇങ്ങനെ വീശി കൊടുക്കണം. അപ്പോൾ കനലിൽ കെടാതെ കനലിൽ നല്ലപോലെ അടിക്കും. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മയോണൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. അല്പം കരിഞ്ഞിട്ടുണ്ട് എൻ്റെ ചിക്കൻ, പുറം ഭാഗം ഇച്ചിരി കരിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.